ശകുന്തളയും ദുഷ്യന്തനും. ആഴി പോലെ കലങ്ങാത്തോൻ ഊഴി പോലെ സഹിപ്പവൻ എന്നാണ് ദുഷ്യന്തനെ കുറിച്ചുള്ള മഹാഭാരത വർണ്ണന. ദുഷ്യന്തന്റെ ഭാരത ഭരണകാലം ശാന്തതയും സൗഖ്യവും നിലനിന്നിരുന്ന കാലമായിരുന്നു. രോഗഭീതിയോ തസ്കരഭയമോ ഉണ്ടായിരുന്നില്ല. വരൾച്ചയോ പ്രളയക്കെടുതികളോ ഇല്ലാത്ത കാലം. അഗ്നിപുരാണം, ഭാഗവതം, വിഷ്ണുപുരാണം എന്നിവ പ്രകാരം മതിനാരന് സന്തുരോധനവും പ്രതിരഥനും പുത്രന്മാർ. സന്തുരോധന് ദുഷ്യന്തൻ, പ്രവീരൻ, സുമന്തൻ എന്നീ പുത്രന്മാരും. പ്രതിരഥന് കണ്വനും കണ്വപുത്രനായി മേധാതിഥിയും. എന്നാൽ ദുഷ്യന്തന്റെ അച്ഛൻ ഈളിൻ എന്നും അമ്മ രഥന്തരി എന്നും ഭാഗവതം. സന്തുരോധനും ഈളിയും ഒരാൾ തന്നെയാകാം. നാട്ടിൽ വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ ശല്യം ചെയ്തു വന്നപ്പോൾ ദുഷ്യന്ത മഹാരാജാവ് കാട്ടുമൃഗങ്ങളെ നേരിടാൻ സന്നാഹങ്ങളുമായി കാട്ടിലേക്ക് തിരിച്ചു. തുള്ളിച്ചാടിയണഞ്ഞ ഒരു മാൻ രാജാവിനെ ആകർഷിച്ചു. അദ്ദേഹം അതിനെ പിന്തുടരവേ ചെന്നെത്തിയത് മാലിനീ നദീതീരത്തെ കണ്വാശ്രമ പരിസരത്ത്. സൈന്യത്തെയൊക്കെ ഒരു ഭാഗത്താക്കി ആശ്രമ അന്തരീക്ഷത്തിന്റെ ശാന്തതയ്ക്ക് ഭംഗം വരുത്തരുതെന്ന് നിർദ്ദേശം നൽകി. ഭക്തിയാദരപൂർവം ആശ്രമത്തിൽ കടന്നു എന്ന രാജാവിനെ ആദ്യം കണ്ടത് അഭൗമ സൗന്ദര്യവും ശാലീനതയും ഒത്തുചേർന്ന ഒരു തരുണീരത്നം. അവർ പരസ്പരം നോക്കി നിന്നു. താൻ ആതിഥ്യമര്യാദ മറന്നുവോ എന്ന് ചിന്തിച്ച സുന്ദരി അദ്ദേഹത്തോട് കുശലാന്വേഷണം ചെയ്തു. ഞങ്ങളുടെ ആശ്രമത്തെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന പ്രഭു, അങ്ങ് ആരാണ്? ഞാൻ ദുഷ്യന്തൻ, അദ്ദേഹം പറഞ്ഞു. കണ്ണുമുനിക്ക് എന്റെ പ്രണാമങ്ങൾ. അദ്ദേഹം ആശ്രമത്തിലുണ്ടാകുമല്ലോ? അവൾ വണങ്ങി. മുനി പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാൻ ഇറങ്ങിയ കാര്യം അവൾ അറിയിച്ചു. അങ്ങ് വിശ്രമിച്ചാലും താത കണ്ണൻ ഉടനെ എത്തിച്ചേരും. ഭവതി ആരാണാവോ? ദുഷ്യന്തൻ തന്റെ സന്ദേഹം മറച്ചുവെച്ചില്ല. ഇങ്ങനെ ഒരു ആശ്രമത്തിൽ ഭവതിയെപ്പോലൊരു സ്ത്രീരത്നം. ദുഷ്യന്തൻ ദുർമാർഗാചാരിയല്ല. ഭവതിയിൽ ഈ ദുഷ്യന്ത രാജൻ ആസക്തനായത് ചിതമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഭവതി ഈ ആശ്രമത്തിലെ ഒരു മുന്നിക്കന്യകയാവില്ല എന്ന് കരുതാമോ? എങ്കിൽ എന്റെ മോഹത്തെ സ്വീകരിച്ചാലും. അവൾ നിമിഷ നേരം മൗനിയായി. പിന്നെ പറഞ്ഞു, ഞാൻ താതകണ്ണന് വളർത്തുമകളാണ്. വിശ്വാമിത്ര മഹർഷിയും മേനകയും എനിക്ക് മാതാപിതാക്കൾ. വിശ്വാമിത്രന്റെ ഘോര തപസ്സും അത് മുടക്കാൻ ദേവേന്ദ്രൻ മേനക എന്ന അപ്സരസിനെ പറഞ്ഞയച്ചതും, വിശ്വാമിത്രന് മേനകയിൽ പിറന്ന പെൺകുഞ്ഞ് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടതും, ശകുന്തപക്ഷികൾ അവളെ പരിപാലിച്ച കഥയും, തുടർന്ന് കണ്വമുനി കണ്ടെത്തി ആശ്രമത്തിലെത്തിച്ചു ശകുന്തള എന്നു പേര് കൊടുത്ത് വളർത്തിയ കാര്യവുമൊക്കെ അവൾ പ്രീളാമുഖിയായി നിന്ന് രാജാവിനെ ധരിപ്പിച്ചു. അവൾ അദ്ദേഹത്തെയും കൊതിക്കുന്നുണ്ടെന്ന കാര്യം അവളുടെ അംഗമുഖ ചേഷ്ടകളിൽ നിന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. ഗന്ധർവ വിധിപ്രകാരമുള്ള വിവാഹത്തിന്റെ പവിത്രതയെക്കുറിച്ച് രാജാവ് അവളെ ബോധ്യപ്പെടുത്തി. കണ്ണുമുനി നമ്മുടെ തീരുമാനത്തിൽ സന്തുഷ്ടനായിരിക്കുകയുള്ളൂവെന്ന് രാജാവ് അവളെ അറിയിച്ചു. ഒടുവിലൊരു വ്യവസ്ഥയോടെ ശകുന്തള അദ്ദേഹത്തിന് വഴങ്ങി. തനിക്ക് പിറക്കുന്ന പുത്രന് രാജ്യാധികാരം നൽകണം. രാജാവ് സമ്മതിച്ചു. ദുഷ്യന്തൻ തന്റെ പുരോഹിത ബ്രാഹ്മണനെ വിളിപ്പിച്ചു. വിവാഹ ചടങ്ങിന് വേണ്ടതൊക്കെ ഒരുക്കി. രാജാവ് ശകുന്തളയെ പ്രേയസിയാക്കി അവളോടൊത്ത് രമിച്ചു. പിരിയാൻ നേരം വൈകാതെ മടങ്ങിയെത്തി എല്ലാ ഒരുക്കങ്ങളോടും കൂടി ശകുന്തളയെ കൊട്ടാരം രാജ്ഞിയാക്കി കൂട്ടിക്കൊണ്ടു പോകുന്നതാണെന്ന് ഉറപ്പും നൽകി യാത്രയുമായി. കണ്ണുമുനി മടങ്ങിയെത്തവേ ശകുന്തളയുടെ മുഖം വായിച്ചെടുത്തു. അവളിലെ ഭാവവ്യത്യാസത്തിന് ഹേതുവെന്തെന്നാരാഞ്ഞു. അവൾ ദുഷ്യന്ത രാജാവിന്റെ ആശ്രമ സന്ദർശനത്തെക്കുറിച്ചും അവരിലുദിച്ച അനുരാഗത്തെക്കുറിച്ചും ഗാന്ധർവ വിവാഹത്തെക്കുറിച്ചുമൊക്കെ അപരാധബോധത്തോടെ തന്നെ വിവരിച്ചു. മകളെ, കണ്ണൻ അവളുടെ ശിരസ് നുകർന്നു. ഗാന്ധർവ വിധിയാലുള്ള വിവാഹത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ദുഷ്യന്തൻ സദ്വൃത്തനായ ഒരു രാജാവും തന്നെ. നിനക്ക്
പ്രശസ്തനായ ഒരു പുത്രന് ജന്മം നൽകാനുമാകും. അവൻ ഭൂമിയിൽ കീർത്തിമാനുമാകും. ഇനി ഞാൻ എന്തു വരമാണ് പ്രത്യേകമായി തരേണ്ടതെന്ന് പറയുക. എന്റെ ഭർത്താവായ ദുഷ്യന്തനെ പിതാവ് അനുഗ്രഹിക്കണം. അവൾ കണ്ണുപാദങ്ങൾ നമിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ. കണ്വൻ അനുഗ്രഹിച്ചു. എന്നാൽ ഗർഭിണിയായ ശകുന്തളയെ കൂട്ടിക്കൊണ്ടുപോകാൻ ദുഷ്യന്തൻ വന്നെത്തിയില്ല. ഇപ്പോൾ ശകുന്തള ഒരു പുത്രനും മാതാവായി. അവന്റെ പിറവിയിൽ ദേവകൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ചന്ദ്രവംശ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ ഒരു ചക്രവർത്തിയായി തീരും ശകുന്തളയുടെ പുത്രനെന്ന് അശരീരിയും ഭവിച്ചു. വർഷങ്ങൾ പലത് കടന്നു. ദുഷ്യന്തൻ എത്തിച്ചേർന്നില്ല. ശകുന്തളയുടെ പുത്രൻ ഇപ്പോൾ സർവദമനൻ എന്ന പരാക്രമിയായ ബാലനാണ്. സിംഹക്കുട്ടികളുമായാണ് അവന്റെ ബാലലീലകൾ. വൻ സിംഹങ്ങളുടെ വായ് പൊളിച്ചു വെച്ച് പല്ലെണ്ണൽ മറ്റൊരു വിനോദം. അവന്റെ ശൗര്യം കണ്ടിട്ടത്രേ അവന് കണ്വൻ സർവദമനൻ എന്ന പേര് നൽകിയത്. കണ്വൻ ഇനിയും എത്തിച്ചേരാത്ത ആദിയിൽ മുഴുകി ശകുന്തള 12 വർഷം പിന്നിട്ടു. സർവദമനൻ സർവവേദശാസ്ത്രങ്ങളും ഗ്രഹിച്ചു കഴിഞ്ഞിരുന്നു. ദുഷ്യന്തന് ശേഷം രാജാധികാരമേൽക്കേണ്ട ബാലനെ ഇനി അങ്ങോട്ട് തന്നെ എത്തിക്കുകയാണ് വേണ്ടതെന്ന് കണ്വൻ കരുതി. കണ്വൻ ശകുന്തളയെ വിവരങ്ങൾ ധരിപ്പിച്ചു. തന്റെ പുത്രനെ കാണുമ്പോൾ രാജാവിനെ എല്ലാം ഓർമ്മയിൽ തെളിയും. നിന്റെ ദുഃഖത്തിന് ശമം കിട്ടുകയും ചെയ്യും. മാതാവും പുത്രനും കണ്വനെ നമസ്കരിച്ചു. കണ്വൻ കണ്ണു തുടച്ചു. കാലത്തിന്റെ നിയോഗത്തിന് വഴങ്ങാതിരിക്കാനാകില്ലല്ലോ. അവരെ ദുഷ്യന്തനരികിലേക്ക് യാത്രയാക്കുമ്പോൾ കണ്വൻ രാജാവിന് കൈമാറാൻ ഇങ്ങനെ കുറിച്ചു. അങ്ങ് ഗാന്ധർവ വിധിപ്രകാരം പരിണയിച്ച എന്റെ വളർത്തുപുത്രി ശകുന്തള ഇന്ന് അങ്ങയുടെ പുത്രനു മാതാവാണ്. ഞാൻ അമ്മയെയും പുത്രനെയും അനുഗ്രഹിച്ച് അങ്ങോട്ട് അയക്കുന്നു. അവരെ സസന്തോഷം സ്വീകരിക്കുക. മംഗളാനി ഭവന്തു. കണ്ണു ശിഷ്യന്മാർ ആ മാതാവിനെയും പുത്രനെയും അനുഗമിച്ചു. അവർ പ്രതിഷ്ഠാ നഗര ഗോപുരങ്ങളോളം എത്തവേ ആശ്രമത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങി. കൊട്ടാരം വരെ കൂടെ ചെല്ലാൻ ശകുന്തള ദുഃഖത്തോടെ അറിയിച്ചെങ്കിലും കണ്ണു ശിഷ്യന്മാർ അത് നിരസിച്ചു. കാരണം ആശ്രമവാസികൾക്ക് നഗരപ്രവേശം നിഷിദ്ധമാണ്. ശകുന്തള പിന്തിരിഞ്ഞു നടന്ന അവരെ നോക്കി എന്തോ പറയാനൊരുങ്ങവേ സർവദമനൻ അമ്മയുടെ കരം ഗ്രഹിച്ച് കൊട്ടാരത്തിലേക്ക് നടന്നു. രാജാവ് സിംഹാസനത്തിൽ തന്നെയുണ്ട്. അവൾ അദ്ദേഹം കാണും വിധം ചെന്ന് നിന്ന് വണങ്ങി. പുത്രനും പിതാവിനെ നമസ്കരിച്ചു. കണ്വന്റെ സന്ദേശം കൈമാറി. എന്താണ് വേണ്ടത്? രാജാവിന്റെ അന്വേഷണം. പ്രജകളുടെ ആവശ്യം അറിയേണ്ടതാണല്ലോ രാജധർമ്മം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്ത്രീയും പുത്രനുമാണ് സന്ദർശകർ. അവർ പഴയ സംഭവങ്ങൾ രാജാവിനെ വിവരിച്ച് കേൾപ്പിച്ചു. രാജാവിന്റെ നായാട്ട്, മാൻ, ആശ്രമം, ശകുന്തള എന്ന സുന്ദരി, അവളുടെ ജന്മകഥ, കണ്വമിനി, ഗാന്ധർവം, ഇവൻ അങ്ങയുടെ പുത്രൻ, ഇവനെ യുവരാജാവാക്കുക. രാജാവിന്റെ വല്ലാത്ത നോട്ടം, പിന്നെ കുറെ പിറുപിറുക്കൽ. നായാട്ട്, ആശ്രമം, ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. രാജാവല്ലേ, ഒരു സുന്ദരിയോട് മാത്രമാണോ ഗാന്ധർവം? അവരിൽ ഒരുവളാകുമോ ഇവൾ? ഒടുവിൽ ദുഷ്യന്തൻ ഇങ്ങനെ മൊഴിഞ്ഞു. നിന്നെ ഞാൻ ഓർക്കുന്നേയില്ല. പിന്നെ എങ്ങനെ ഇവൻ എനിക്ക് പുത്രനാകും? വല്ല തട്ടിപ്പിനുമാണു ഭാവമെങ്കിൽ വേഗം പടികിടക്കുകയാവും നല്ലത്. ശകുന്തളയുടെ കണ്ണിൽ കനല് പാറി. രാജാവേ, അവളുടെ സംബോധന ത്രിലോകങ്ങളിൽ മാറ്റൊലിയുണ്ടാക്കി. അങ്ങ് കള്ളങ്ങൾ വിളമ്പുന്നോ? ധർമ്മശീലനായ ഒരു രാജാവിന് ചേർന്നതാണോ അങ്ങയുടെ പ്രവൃത്തി? പതിവ്രതയായ ഒരു സ്ത്രീയെ സഭയിൽ അപമാനിക്കുന്നതാണോ രാജനീതി? എന്റെ പാതിവൃത്യത്തിന്റെ അഗ്നിശുദ്ധിയാൽ ഈ കൊട്ടാരവും അങ്ങും ദഹിച്ചു പോകണമെന്നാണോ? കുഞ്ഞുനാളിൽ അച്ഛനമ്മമാർ എന്നെ ഉപേക്ഷിച്ചു. ശകുന്തപക്ഷികളും താതകണ്ണുനും എന്നെ വളർത്തി. കന്യകയായ എന്നെ കണ്ടെത്തിയ നാൾ തന്നെ അങ്ങ് പ്രണയിച്ചു, ഭാര്യയാക്കി. എന്നെ യഥോചിതം രാജ്ഞിയായി കൊട്ടാരത്തിലെത്തിക്കാൻ അങ്ങ് വന്നെത്തുമെന്ന് വാക്കും തന്നു പിരിഞ്ഞു. ഇന്നിപ്പോൾ അങ്ങയുടെ പുത്രന് വയസ്സ് 12. ഭർത്താവ് പാപിയെങ്കിലും പത്നി പതിഭക്ത തന്നെ ആയിരിക്കും. ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. പക്ഷേ അങ്ങയുടെ ഈ പുത്രൻ ഇവിടെ യുവരാജാവായി തന്നെ വാഴണം. ദുഷ്യന്തനിൽ ഒരു ഭാവഭേദവും ഭവിച്ചില്ല. അദ്ദേഹം അവളെ വീണ്ടും അവഹേളിച്ചു തന്നെ സംസാരിച്ചു. ശകുന്തള ഒരു കഥയുണ്ടാക്കി രാജാവിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പോലും.
ശകുന്തളയുടെ ഭാവം മാറി. അവൾ പുച്ഛത്തോടെ ദുഷ്യന്തനെ നോക്കി പറഞ്ഞു, മല പോലെയുള്ള മഹാപാപത്തെ മറച്ചുവെച്ച് എന്നിലങ്ങ് കുറ്റം ആരോപിക്കാൻ വൃഥാ ശ്രമിക്കുന്നു. ഋഷിയും അപ്സരസും അച്ഛനമ്മമാരായി ആശ്രമത്തിൽ സത്യധർമ്മങ്ങൾ അറിഞ്ഞു വളർന്ന ഈ പതിവ്രതയുടെ പുത്രൻ ലോകം വാഴുമെന്നുള്ളത് ദൈവഹിതമാണ്. അത് നടക്കും. ഞാൻ താതുകണ്ണൻ അരികിലേക്ക് വിടവാങ്ങുന്നു. അവൾ മകന്റെ കരം ഗ്രഹിക്കെ അശരീരി ഭവിച്ചു. ദുഷ്യന്ത രാജാവേ, ഈ കുലസ്ത്രീ അങ്ങയുടെ ഭാര്യയായ ശകുന്തളയാണ്. ഈ മകൻ അങ്ങയ്ക്ക് പുത്രനും. അവൻ ഭരതൻ എന്ന പേരിൽ വംശം സ്ഥാപിച്ച് ഭൂമിയെ പരിപാലിക്കും. ഭൂമിക്ക് ഭാരതം എന്ന് പേരും വരും. ഈ സന്ദർഭത്തിൽ ഭടന്മാർ രാജമോതിരം കട്ടെടുത്ത് വിൽക്കാൻ ശ്രമിച്ചെന്ന കുറ്റമാരോപിച്ച് ഒരു മുക്കുവനെ രാജാങ്കുലിയത്തോടൊപ്പം രാജസന്നിധിയിലെത്തിച്ചു. ആ മോതിരം കണ്ടതും രാജാവിന്റെ മനോമുകുരത്തിൽ പോയ കാലങ്ങൾ, അതുപോലെ സംഭവങ്ങൾ എല്ലാം തെളിഞ്ഞു. തന്റെ ഓർമ്മയ്ക്കായി ശകുന്തളയുടെ വിരലിൽ അണിയിച്ച മോതിരമാണ് മുക്കുവന്റെ കയ്യിലെത്തിയത്. താൻ ശകുന്തളയാണെന്ന് ദുഷ്യന്തനെ ബോധ്യപ്പെടുത്താൻ ശകുന്തള വിരൽ തഴുകവേ മോതിരം നഷ്ടപ്പെട്ട കാര്യം ബോധ്യപ്പെട്ടിരുന്നു. തോണിയിൽ പുഴ കിടക്കവേ നഷ്ടപ്പെട്ടത് ശകുന്തളയെ അറിയാതെ പോയി. മുക്കുവൻ വീശിപ്പിടിച്ച മത്സ്യം മോതിരം വിഴുങ്ങുകയായിരുന്നു. ഒരിക്കൽ കണ്വാശ്രമത്തിലെ എത്തിയ ദുർവാസാവിനെ ദുഷ്യന്ത സ്മരണയിലായിരുന്ന ശകുന്തള ഗൗനിക്കാതെ പോയതിന് മഹർഷിയുടെ ശാപം ഭവിച്ചു. ആരെ ഓർത്തിരിക്കുന്നുവോ അവൻ നിന്നെ മറന്നുപോകട്ടെ. ശകുന്തള അക്കാര്യം കേട്ടതുമില്ല. കേട്ടുനിന്ന് തോഴിമാർ മുനിയോട് ക്ഷമയാചിച്ചു. ശാപമോക്ഷമിരന്നു. ഒരു അടയാളം കാണിച്ചാൽ ഓർമ്മയിലെ പുരുഷൻ ആളെ തിരിച്ചറിയുമെന്ന് മുനി ശാപമോക്ഷവും കൊടുത്തു. പ്രത്യക്ഷരായ ദേവന്മാരെ ദുഷ്യന്തൻ നമിച്ചു. അദ്ദേഹം ക്ഷമയാചിച്ചു. സർവദമനനെ ദുഷ്യന്തൻ വാരിപ്പുണർന്നു. പ്രിയ ശകുന്തളെ, അദ്ദേഹം അവളെ അരികിലേക്ക് ചേർത്തു. നിന്നെ ഞാൻ അവിശ്വസിച്ചിട്ടില്ല. പ്രജകൾക്ക് എല്ലാം ബോധ്യം വരും. ബഹുജന സമക്ഷം സത്യം വെളിവാകപ്പെട്ടിരിക്കുന്നു. ഭവതി ക്ഷമിക്കുക. സർവദമനൻ ഭാരത ചക്രവർത്തിയായി ഭരതനായി പുകഴ്പെറ്റു. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും വഴി പിറവികൊണ്ട മഹത്തായ ഭാരതീയ സംസ്കാരം എക്കാലത്തും ലോകത്തിന് വെളിച്ചം പകർന്നു പോരുന്നു.